മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ 2 പേരുടെ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്ത സെക്രട്ടറിയും 3 ജീവനക്കാരും അറസ്റ്റിലായി. ഒന്നാം പ്രതി വിദേശത്തേക്ക് കടന്നു. 27,52,000 രൂപയാണ് തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത്. രണ്ട് നിക്ഷേപകരുടെ 27,52,176 രൂപ തിരിമറി നടത്തിയാണ് നിക്ഷേപകരെ ജീവനക്കാർ വഞ്ചിച്ചത്. ബാങ്ക് സെക്രട്ടറി തൂതാപ്പാറൽ അൻവർ, അക്കൗണ്ടന്റ് കാഞ്ഞിരുട്ടിൽ അലി അക്ബർ, ക്ലർക്ക് തൂതാപ്പാറൽ സ്വാലിഹ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അബ്ദുൾ സലാം വിദേശത്തേക്ക് കടന്നു. നിക്ഷേപകരായ മണലായ തുളിയത്ത് ഉസ്മാൻ, കോൺട്രാക്ടർ മങ്ങാടൻ പറമ്പ് ഷറഫുദ്ദീൻ എന്നിവരുടെ പരാതിയിലാണ് പോലീസ് നടപടി. ഉസ്മാൻ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിച്ച 15 ലക്ഷം രൂപ മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതെ തുക മാറ്റി നിക്ഷേപിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. ഷറഫുദ്ദീന്റെ നിക്ഷേപ തുകയായ 12,52,171 രൂപ നിക്ഷേപകൻ അറിയാതെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്ക് RTGS വഴി ട്രാൻസ്ഫർ ചെയ്ത് വഞ്ചന നടത്തിയെന്നായിരുന്നു മറ്റൊരു പരാതി. ബാങ്കിലെ നിക്ഷേപമാറ്റം സംബന്ധിച്ച് തന്റെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് ജീവനക്കാർ തടഞ്ഞതായും പരാതിയിൽ പറയുന്നു. വിദേശത്തുള്ള ഒന്നാം പ്രതി അബ്ദുൾ സലാമിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. സമാന രീതിയിൽ പണം നഷ്ടപ്പെട്ടവരുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് മലയാളം, മലപ്പുറം.